ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുള്ളത് നാനോ ബ്രോസ്റ്റിലാട്ടോ. ഇവിടെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. 6 പീസ് ബ്രോസ്റ്റിന് ഒരു 200 റുപ്യ, ഒരു കിലോ ഫ്രീ ആണ്. അപ്പോൾ ഈ ബ്രോസ്റ്റിന് വേറെ പ്രത്യേകതയുണ്ട്, അത് ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് പറഞ്ഞുതരും. ഇവിടുത്തെ ഈ ബ്രോസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓയില് റൈസ് ബ്രാൻ ഓയിലാണ്. ഏറ്റവും ലോകത്തെ ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു ഓയിലാണ് റൈസ് ബ്രാൻ ഓയിൽ. അതിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്, അതായത് ഉള്ള ചീത്ത കൊളസ്ട്രോളിനെ കളയാനുള്ള ഒരു ഇത്. ഇനി എണ്ണനെ കുറിച്ച് കൂടുതൽ നമ്മളെ ബഷീർ ഭായിക്ക് അറിയാം. RCMന്റെ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബഷീർ ഭായി അതിൻ്റെ ഒരു ഏജന്റാണ്. ഇപ്പോഴാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു 10-12 വർഷമായിട്ട് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതാണ്. വളരെ ഗുണകരമായ ഭക്ഷ്യയോഗ്യമായ ഒരു എണ്ണയാണ്. തൗഡനെ പറ്റി പറയുകയാണെങ്കിലേ, നാട്ടില് തൗഡന്നെ കിട്ടും. യഥാർത്ഥത്തിൽ തൗഡന്നെ എല്ലായിടത്തും ഉണ്ട്. സൺഫ്ലവറിന്റെ കഥ പറഞ്ഞമാതിരി നല്ലൊരു വില കൊടുക്കണ്ടേ. സൺഫ്ലവർ മാർക്കറ്റിൽ കിട്ടുന്നൊക്കെ റിഫൈനഡ് ഓയിലാണ്. നമ്മളിത് ഫിസിക്കലി റിഫൈനഡ് ആണ്. എന്നുവെച്ചാൽ അത് ബയോളജിക്കലായിട്ട് ഉണ്ടാകുമ്പോൾ അതിന്റെ എല്ലാ തിയറിയും ലോകത്തെ ഏറ്റവും നല്ല എണ്ണ എന്നുള്ള അംഗീകാരം കിട്ടിയിരുന്നു. കാരണം 9 അവാർഡില് ഒന്ന് വേൾഡ് ഈസ് നമ്പർ 1 ഹെൽത്ത് കാർഡ് വല്ലതാണ്. അതപ്പോ അതിന്റെ റേറ്റ് ഡിഫറൻറ്റ് വരുന്നത് എങ്ങനെയല്ലോ, കമ്പനി ഡയറക്ട് സെല്ലിംഗ് ആണ്. അപ്പൊ കമ്പനി എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും കമ്പനീന്റെ ഔട്ട്ലെറ്റ് കൂടിയാണ് ഇത് വരുന്നത്. മറ്റേ സാധാ പിന്നെ നമ്മള് അടുത്ത കട, ഹോൾസെയിൽ, മാർക്കറ്റിംഗ് ഏജന്റ്, CNF ഏജന്റ്, സ്റ്റോക്കിസ്റ്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, പരസ്യം, ഇതൊക്കെ വരുമ്പോഴത്തേന് ഇതിന് റേറ്റ് ഒരു 1000. പക്ഷെ ഇതിലൂടെ നമ്മള് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് ഈ സാധനം വാങ്ങിക്കുമ്പോ അതിന് റേറ്റ് കമ്മി വരും. അപ്പൊ നമുക്ക് സാധാരണക്കാരും ഈ ചെറിയ റേറ്റില് നല്ല സാധനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ എല്ലാവരും എണ്ണക്കടികൾ ഈ കൊളസ്ട്രോള് പേടിച്ചിട്ടാണല്ലോ കഴിക്കാത്തത്. അല്ലെങ്കിൽ നമ്മള് പിന്നെ 2-3 കഴിക്കും. ഇത് നമുക്ക് പിന്നെ ഓൾറെഡി കൊളസ്ട്രോൾ ഉള്ള ആൾക്കും ഇത് കഴിക്കുമ്പോ HDL എന്ന് പറഞ്ഞ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കിയിട്ട് LDL തള്ളി ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഈ ഹാർട്ട് ഓയിൽ എന്നാ ജപ്പാൻകാരൊക്കെ ഇതിനെ പറ്റി പറയുന്നത്. ലോകത്തെ ഇങ്ങനെ എക്സ്പോർട്ടിങ് സാധനമാണല്ലോ. ആ സാധനം വെച്ചിക്കാണ്ട് സാധാരണക്കാർ ഹോട്ടലുകളൊന്നും ഇത് ഉണ്ടാക്കൂല. പക്ഷെ ലത്തീഫായിന്റെ സിസ്റ്റം എന്താ വെച്ചാല് നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു നെയ്യത്തുണ്ടായതുകൊണ്ട് അയാള് സജീവാവാണ്. അപ്പൊ ബ്രോസ്റ്റ് എല്ലാ പൊരിക്കടികളൊക്കെ ഇതിലാണ് പൊരിക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന എണ്ണ മൊത്തത്തില് മാറ്റും. അല്ലാതെ ഇപ്പൊ കുറച്ച് നമ്മള് ആളില്ലാത്തപ്പോ അങ്ങനെ വേറെ എണ്ണ അങ്ങനെയല്ല. ഇത് നമ്മള് ഒരു വിശ്വാസത്തു കൂടി മുന്നോട്ട് പോകുമ്പോ കച്ചവടം എന്ന് പറഞ്ഞാൽ ജനങ്ങള് പിന്നെ മനസ്സിലാക്കുമ്പോ അവര് വരും, അവർ കഴിക്കും, പിന്നെ അവർ മറ്റുള്ളവരോട് പറയും. ഇപ്പൊ നിങ്ങൾക്ക് നല്ലതാണെങ്കിലല്ലേ നിങ്ങൾ മറ്റുള്ളവരോട് പറയുള്ളൂ. അതുപോലെയാണ് നമ്മളെ മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് വലിയൊരു സംഭവമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും. എന്തായാലും 100% 100% സർട്ടിഫിക്കറ്റോ എല്ലാ പേറ്റന്റും നമ്മളെടുത്ത് തന്നെ. ഇത് ലോക നിലവാരം എന്ന് പറയുമ്പോൾ സാധാരണല്ലോ, നമ്മള് ചാപ്പനങ്ങാടിയിലോ അല്ലെങ്കിൽ കടങ്ങൂര് കോട്ടക്കലോ അല്ല, ഇത് വേൾഡ് നിലവാരമാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഒക്കെ നമുക്ക് രേഖാമൂലം വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോ എട്രിക്കോട് വരുമ്പോ എല്ലാവർക്കും എട്രിക്കോട് പള്ളിന്റെ അടുത്ത് തന്നെയാണ്. സൗദ് ഓയിലാണ്, സാധാരണ മറ്റുള്ള ഓയിലല്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എണ്ണ കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. കൊളസ്ട്രോൾ മറ്റുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ പൊരിക്കടികളൊക്കെ പിന്നെ വീടിന്റെ താഴെ ബാക്കിലുണ്ട് വീട്, അവരുണ്ടാക്കണ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണ. എട്രിക്കോട് പള്ളി വരുമ്പോ നാനോ ബ്രോസ്റ്റോ വെറും 6 പീസിന് 200 റുപ്യ. പിന്നെ ഇവിടെ നല്ല അടിപൊളി ചായ ഉണ്ട്, പൊരിക്കടികളൊക്കെ ഉണ്ട് കേട്ടോ, പല ഐറ്റംസ് ഉണ്ട്. അപ്പൊ പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ? ഉഷാറാണ്. അതെ, അടിപൊളി. നമ്മൾ കുടിച്ചു, തെറ്റാണ്. ഇപ്പോഴുള്ള ഓഫറാണ് 3 പീസ് 99 റുപ്യ. ഫ്രഞ്ച് പീസ് ഉണ്ടാവും, മൈനസ് കെച്ചപ്പ്, ഒരു ബന്നും ഉണ്ടാവും. രണ്ടാക്കെ അടിപൊളി കേക്കില്ലേ? കേക്കാളുണ്ട്. ഉഷാറാണ്, ഉഷാറ് ഫുഡ്. ഇതാണ് 6 പീസ് ഉണ്ടാവുക. ഇതിനാണ് 200 രൂപ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും, മയോനസ് ഉണ്ടാവും, പിന്നെ ഇതിന് 200 അല്ലേ? ഇതിന് 200. അതിന്റെ കൂടെ 1 കിലോ ഇപ്പൊ ഓഫർ 15-ാം തീയതി വരെ നമ്മള് 15-ാം തീയതി വരെയുള്ള ഓഫറാണ്. 5-ാം തീയതി വരെ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 15-ന്റെ ഓഫർ. ബഷീർക്ക് ഈ ബ്രോസ്റ്റ് കഴിക്കാനായിട്ട് കോട്ടക്കൽ പടപ്പറമ്പ് ഭാഗത്തുനിന്ന് വരാട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഫുഡിനെ പറ്റി എന്താ റിവ്യൂ പറയും?
നല്ല രസമുണ്ട് കുളിച്ച്. ഞാൻ ഈ ഫീൽഡിൽ 10-15 വർഷം പരിചയമുള്ള ആളാണ്. ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. എണ്ണന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല. എന്റെ എണ്ണ ഉപയോഗിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് കയറി വെച്ചതാണ്. ഇങ്ങോട്ട് പോകുന്നുണ്ടപ്പോൾ കെട്ടിയുള്ള സ്ഥലം ഉഷാറല്ല? വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇങ്ങനെ എടരിക്കോട് പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ലൊക്കേഷൻ വരുന്നത് ഇത് എഡ്രിക്കോട് മസ്ജിദ്, ജുമാ മസ്ജിദാണ്. എഡ്രിക്കോട് ജുമാ മസ്ജിദിന് നേരെ അടുത്ത് തന്നെ ഈ പാർക്കിങ്ങിൽ തന്നെ